നിങ്ങൾ എന്നെ റാണിപ്പല്ലേ നോക്കിയോളാന്ന് പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്? അതിനിപ്പോ എന്നാ പറ്റി? രാവിലെ എഴുന്നേറ്റ് എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കി വെക്കണം, ഈ വീട് മൊത്തം തൂത്ത് തുടച്ച് വെക്കണം, നിങ്ങളുടെ എല്ലാം ഡ്രസ്സ് എല്ലാം കഴുകി തേച്ച് വെക്കണം, വേസ്റ്റ് കൊണ്ട് താഴെ കൊണ്ട് വെക്കണം. ഞാൻ റാണിയല്ലേ, ഇവിടുത്തെ വേലക്കാരിയോ വേലക്കാരി? ഞാൻ ഒരു കാര്യം പറഞ്ഞത് കേൾക്കൂ. രാവിലെ ചായ വേണോ കാപ്പി വേണോ തീരുമാനിക്കുന്ന ആരാ? അത് ഞാനാ. ആണോ? രാവിലെ ഇഡ്ഡലി വേണോ ചപ്പാത്തി വേണോ തീരുമാനിക്കുന്ന ആരാ? ഞാനോ? രാവിലെ ഞാൻ ഏത് ഡ്രസ് വേണോ തീരുമാനിക്കുന്ന ആരാ? ഞാനോ? രാവിലെ പിള്ളേർ ഏത് ഡ്രസ് തീരുമാനിക്കുന്ന ആരാ? അത് ഞാൻ. ടൂർ പോയാ ഊട്ടി വേണം മൈസൂർ വേണം തീരുമാനിക്കുന്ന ആരാ? ഞാൻ. കാറെ പോണോ ബൈക്കിൽ പോണോ തീരുമാനിക്കുന്ന ആരാ? ഞാൻ. അല്ലേ? അപ്പൊ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ആരാ? ഞാൻ. അപ്പൊ നീ തീരുമാനിക്കും, നീ റാണിയാണോ അതോ വേലക്കാരിയാണോ? മനസ്സിലായോ? റാണിയല്ലേ? കാര്യം ഞാൻ മനക്കാം, 5 ലക്ഷം നമുക്ക് അപ്പൊ തന്നെ ബാങ്കിലിട്ടേക്കണം. വളർന്നു വരുന്നേട്ടാ, നാളെ അവളുടെ കല്യാണമാണെന്ന്. ഹലോ ആലിയെ. എടേ ഞാൻ ചിലപ്പോഴേ 2-3 ദിവസത്തേക്ക് സ്കൂളിലോട്ട് വരില്ല. നാളെ എന്റെ കല്യാണോ? ആടിയോ അച്ഛനും അമ്മ പെട്ടെന്ന് അങ്ങ് തീരുമാനിച്ചു. എല്ലാം പെട്ടെന്നായിരുന്നേ. നീ സ്കൂളിലെ ടീച്ചറിനോടും കുട്ടികളോടും എല്ലായിടത്തും പറഞ്ഞേക്കേട്ടോ. അയ്യോ വന്ന് വിളിക്കാൻ സമയമില്ലടി, നാളെ കല്യാണമല്ലേ. വരണേ നാളെ എല്ലാരും. താങ്ക് യു. ശരി. ആരുടെ കല്യാണം എന്ന് പറഞ്ഞു? എന്റെ ദൈവം തമ്പുരാനെ വിളിച്ചോണ്ട് പോണേ. മൊട്ടേന്ന് വിളിച്ചു കല്യാണം പോകട്ടെ. നിന്റെ അല്ലേ ഇതല്ല ഞാൻ അപ്പുറം പറയുക. നിങ്ങള് മണഗുണാഞ്ചനാണ് നിന്റെ മുഖത്ത് നോക്കിട്ടാ ഓള് പറഞ്ഞു. ശരി, അങ്ങനൊക്കെ പറഞ്ഞോള്. നിങ്ങൾ എന്റെ കളിപ്പാവേണ്, മണഗുണാഞ്ചനാണ്, ഒരു കാലിന് കൊള്ളൂല, എന്തൊക്കെയാണ് ഓള് പറഞ്ഞത്? ഇന്നെ നിങ്ങളെ അത് ചോദിക്കണല്ലോ, അങ്ങനെ ചോദിക്കാണ്ട് വിടാൻ പറ്റില്ലല്ലോ. അതിന്റെ വർത്താനോളൂ അങ്ങനെ പറഞ്ഞേ. അതന്നെ ഞാനും ചോദിച്ചത്. ശരി, ഇങ്ങനെ പറഞ്ഞ മാതിരിയാണോ? അല്ല, ഇജ്ജ് പറഞ്ഞ മാതിരിക്ക് ഓള് പറഞ്ഞതേ അത്ര ശരിയല്ലല്ലോ. ശരിയല്ലല്ലോ. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെ. എന്നാലും അത് ചോദിക്കണല്ലോ, അത് ചോദിക്കട്ടെ. എന്താണ് ഓള്? അല്ല, ഞാനെന്താണ് ഓള് പറഞ്ഞ മാതിരി മറ്റേ എന്താണ് സാധനം അങ്ങനെ അവള് പറഞ്ഞ ആ ജാതി കൊണാഞ്ചനല്ല ഞാന് എന്നുള്ള ഓളുടെ അടുത്ത് തെളിയിച്ചിട്ടാണ് ഞാൻ എന്റെ കൂടെ കിടക്കണല്ലോ. അപ്പൊ ഇന്ന് എവിടെ കിടക്കണ്? ഇന്ന് ഇജ്ജിട്ട് ഞങ്ങള് നീങ്ങിയിരുന്നാ പോലെ അതിന്റെ ഇപ്പുറത്ത് കിടക്കാം. വെറുതെയാണ് ഓള് പറയണ നിങ്ങൾ മണഗുണാഞ്ചനാണെന്ന്. പുതിയൊരു ഫോൺ മേടിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴും അതുപോലെ കല്യാണം കഴിച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോഴും പലരുടെ മനസ്സിൽ തോന്നുന്ന ഒരു ചിന്തയാണ്, കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ലൊരു മോഡൽ മേടിക്കാമായിരുന്നു എന്ന്. ശരിയാണോ? ഞാൻ അനുകൂലിക്കണില്ല. കല്യാണവുമായിട്ട് ഒരിക്കലും ഉപമിക്കേണ്ട ഒരു മുതലല്ല ഫോൺ എന്ന് പറയുന്നത്. വിവാഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി അർത്ഥങ്ങളുള്ളതാണ്. എന്തെങ്കിലും ആളുകള് വീഡിയോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ അതാ ചിന്തിക്കുന്നത്. ഒന്നാമത് ഫോണിനോട് ഉപമിച്ചാൻ എനിക്ക് തീരെ പറ്റിയില്ല എന്ന് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങളൊരു ഫോൺ വാങ്ങാൻ പോയി വിചാരിക്കും, നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാനും ക്യാമറ ഓൺ ചെയ്ത് നോക്കാനും ഇതിനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. കല്യാണത്തിന്റെ കാര്യത്തിൽ അതാ പെണ്ണ് കാണാൻ പോയ എന്താ അവസ്ഥ? ഇനി അത് പോട്ടെ, നീ ഫോൺ വീട്ടിൽ കൊടുന്ന് ഒരാഴ്ച വരെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റീസെയിൽ ഓപ്ഷൻ ഉണ്ട്, റീഫണ്ട് ഓപ്ഷൻ ഉണ്ട്, അല്ലേ? പെണ്ണെട്ടിയല്ല